ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം. കർത്താവിൻ്റെ അതിമഹത്തായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ്നസ്സിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. രക്ഷയുടെ ഒരു സന്ദേശം അറിയിക്കാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതായതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും പിന്മാറ്റക്കാരും എല്ലാവരും കാണുന്ന ഒരു വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ആളുകളിൽ അത് എത്തപ്പെടണമെന്ന വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതിന് പ്രാരംഭമായിട്ട് ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ തൊക്കാണ് ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് പരിഹസിക്കരുത്. ഈ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഇതിൻ്റെ ശക്തിയും ബലവും അറിയാതെ ആളുകൾ ഇതിനെ പരിഹസിക്കാറുണ്ട്. അങ്ങനെ പരിഹസിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള ബന്ധനങ്ങൾ മുറുകിപ്പോകും. അങ്ങനെ ചെയ്യരുത് എന്ന് ഒരപേക്ഷയോടുകൂടി, അതൊരു വാണിംഗ് അല്ല, ഒരപേക്ഷയാണ്. കാരണം പലരും അറിയാതെയാണ് അത് ചെയ്യുന്നത്. ഒരുപക്ഷെ ദൈവം ക്ഷമിച്ചേക്കാം, എങ്കിലും ബന്ധനങ്ങൾ മുറുകിപ്പോകാൻ അത് കാരണമായി തീരരുത്. നിങ്ങൾ പുച്ഛിക്കല്ലേ, പരിഹസിക്കല്ലേ. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥാ മലയുടെ മുകളിൽ കാൽവരി ക്രൂശിൽ യാഗമരണം അനുഭവിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തക്കവണ്ണമാണ് കർത്താവിൽ ശരണപ്പെട്ട് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമം ഇങ്ങനെ പ്രസംഗിക്കുവാനായിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നാം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മനുഷ്യകുലത്തിൻ്റെ ഇടയിൽ വേറെ ഒരു നാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവും ഇല്ല. ഈ ഒരു നാമം മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഇവിടെ രക്ഷ എന്ന് പറയുമ്പോൾ അനേക ആളുകളും തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു കാര്യം, ഒരു രോഗത്തിൽ നിന്നുള്ള ഒരു സൗഖ്യമല്ല ഇവിടെ രക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കടഭാരത്തിൽ നിന്നുള്ള ഒരു വിടുതലിനെ കുറിച്ചല്ല ഇവിടെ രക്ഷ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന രക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വ
സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതെ, ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവും മറ്റൊരു തട്ടിൽ ഈ ഭൂലോകവും വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഈ ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ആ മനുഷ്യ ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യൻ പാപിയാണെന്ന് തിരുവെഴുത്ത് വളരെ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനായിട്ടാണ്. എന്നാൽ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് പാപികളെ കൊല്ലുകയും നല്ലവരെ രക്ഷിക്കുകയും ചെയ്യണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് നീതിമാൻ ഒരുത്തനുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. മനുഷ്യൻ കോപമുള്ളവരായിട്ട് തീർന്നു. നമുക്കറിയാം, ഇന്ന് ഒരു ചായ കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മ മരുമകളെ വെട്ടിക്കൊന്നൊരു ന്യൂസാണെന്ന് നമ്മൾ കേരളക്കരയിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ കോപാകുലരായിത്തീരുന്നു, പാപികളായിട്ട് തീരുന്നു, പലതരത്തിലുള്ള സൂത്രങ്ങളും തന്ത്രങ്ങളും ഉള്ളവരായിട്ട് തീരുന്നു, കപടങ്ങളുള്ളവരായിട്ട് തീരുന്നു. ഇതിൻ്റെയൊക്കെ കാരണം ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞ ഒരു കൽപ്പന കാത്തുകൊള്ളാതെ പൈശാചിക ശക്തികളുടെ പിശാചിന്റെ വാക്ക് കേട്ട് മനുഷ്യൻ തെറ്റിപ്പോയി. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം അവനോട് കൽപ്പിച്ചു. എന്നാൽ അവൻ്റെ ഭാര്യ പിശാചിന്റെ വാക്ക് കേൾക്കുകയും ദൈവത്തെക്കാൾ കൂടുതൽ പിശാചിനെ വിശ്വസിക്കുകയും ചെയ്ത നിമിത്തം ആ ഫലം പറിച്ച് തിന്നുകയും അങ്ങനെ പാപത്തിൽ അവൾ മരിക്കുകയും ചെയ്തു. ഇതാണ് ആത്മാവിൻ്റെ മരണം എന്ന് പറയുന്നത്. കാരണം ദൈവമായിട്ടുള്ള സംസർഗം വേർപെട്ടു. മനുഷ്യനും ദൈവം തമ്മിൽ അകന്നു പോകാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവൻ ദൂരേക്ക് പോയി, അവൻ പാപിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു, അവൻ നഗ്നനാണെന്ന് അറിഞ്ഞു. അങ്ങനെ മനുഷ്യൻ പാപിയായിട്ട് തീർന്നു. ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു. ആദാമിൽ നിന്ന് ജനിച്ചു വന്ന എല്ലാ മനുഷ്യനും പാപികളാണ്. അപ്പോൾ മതങ്ങൾ പറയുന്നത് പോലെ നല്ലവരെ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ ഭൂഗോളത്തിലില്ല. എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. ഇങ്ങനെ പാപികളായിത്തീർന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നിയേക്കാം, ഞാൻ നിൽക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ലേ? മതത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ 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 കുറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഹിന്ദു മതത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ ആ ഹിന്ദു മതത്തിലുള്ള മാതാപിതാക്കൾ എന്നെ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. അവർ എന്നോട് അമ്പലത്തിൽ പോകാൻ പറയും, പൂജ കഴിക്കാനായിട്ട് പറയും, വിളക്ക് വയ്ക്കാനായിട്ട് പറയും, അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നപ്പെട്ടതെങ്കിൽ ആ മുസ്ലിം കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ എന്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നു അതായിരിക്കും ഞാൻ പഠിക്കുന്നത്. പള്ളിയിൽ പോകും, നിസ്കരിക്കണം, അങ്ങനെ മോസ്കിൽ പോകണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിലുള്ള ആളുകൾ എന്ത് പറയുന്നു അതായിരിക്കും ഞാൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ പോലും എനിക്ക് രക്ഷ ആവശ്യമുണ്ട്. കാരണം എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് രക്ഷ ലഭിക്കുകയില്ല. കാരണം രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ രക്ഷ സൗജന്യമാണ്, അത് കൃപയാലാണ്. അപ്പം ഞാൻ യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്, യാക്കോബായ സഭയിലാണ് വളർത്തപ്പെട്ടത്. എന്നാൽ എനിക്ക് ഈ രക്ഷയെക്കുറിച്ച് ശരിയായ ഒരു വെളിച്ചം ആ സഭ തരികയുണ്ടായില്ല. എന്നാൽ 94 ജനുവരി 9 ഈ രക്ഷയുടെ സന്ദേശം ഞാൻ കേൾക്കുകയും യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ കൂടി എനിക്ക് സമ്പൂർണ്ണമായ രക്ഷയും സൗജന്യമായ നീതീകരണവും പാപക്ഷമയും ശാപത്തിൽ നിന്ന് വിടുതലുമുണ്ട് എന്നുള്ള സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുട്ടുകളെ മടക്കി ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സമാധാനവും സന്തോഷവും ഉളവാകുവാൻ തക്കൊണ്ട് ഇടയായിട്ട് തീരുകയും ചെയ്തു. എൻ്റെ പാപമെല്ലാം ദൈവം ക്ഷമിച്ചു, എന്നെ ദൈവ മകനായിട്ട് അവൻ കൈക്കൊണ്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ യേശുക്രിസ്തുവിനെ ഒരുവൻ വിശ്വസിച്ച് കഴിയുമ്പോൾ അവന് ദൈവമകളായി തീരുവാൻ ദൈവം തന്നെ അധികാരം കൊടുക്കുകയാണ്. ഒരു വ്യക്തി സ്നാനപ്പെട്ടതുകൊണ്ട് അവൻ ദൈവമകനോ ദൈവമകളോ ആകുന്നില്ല. രക്ഷ എന്ന് പറയുന്നത് കൃപയാലാണ്. അത് ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സത്യമാണെന്ന് അവന്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തുകയും അവൻ പാപിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവൻ പാപത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ യേശുക്രിസ്തു അവനെ സൗജന്യമായിട്ട് രക്ഷിക്കുന്നു. അത് കൃപയാലാണ്. ഇത് നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നേടുവാൻ പറ്റുന്ന ഒന്നല്ല. രക്ഷ സമ്പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ തിരുവെഴുത്തുകളിലും പുതിയ നിയമ തിരുവെഴുത്തുകളിലും വളരെ വിശദമായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പിതാവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന സർവശക്തനായ ദൈവം തമ്പുരാൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്നുള്ള തിരുവെഴുത്തിന് പ്രകാരം കന്യ ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കുമെന്ന് യശയ്യാപ്രവാചകൻ പറഞ്ഞ പ്രകാരം അവൻ കന്യാമറിയാമിന്റെ ഉദരത്തിൽ വന്ന് ജനിക്കുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഒരു വിശുദ്ധ പ്രജ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്നുള്ള
ദൂതന്റെ വാക്ക് പ്രകാരം മറിയ അത് വിശ്വസിക്കുകയും അങ്ങനെ യേശുക്രിസ്തു ഭൂജാതനാകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. അവൻ ബേത്ലഹേമിലാണോ എന്ന് പറഞ്ഞത്. മീഖ പ്രവചനം ഇങ്ങനെ പറയുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേപ്പാനുള്ളവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അങ്ങനെ പഴയ നിയമ തിരുവെഴുത്തുകളിൽ മുഖാന്തരം ആ തിരുവെഴുത്തുകളിൻ പ്രകാരം തന്നെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്തു. 30-ാമത്തെ വയസ്സിലാണ് പിതാവായ ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ശബ്ദത്തോടുകൂടി സ്നാനക്കടവിൽ വെച്ച് പുത്രനെ അവൻ്റെ പുത്രനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കൊണ്ട് ഇടയായിത്തീർന്നു. ദൈവം ഈ ഭൂമിയിൽ പ്രസാദിച്ച് ഏക മനുഷ്യൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 30 വർഷത്തെ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിൽ അത് കണ്ടിട്ടാണ് പിതാവായ ദൈവം പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവിടെ സന്നിഹിതനായിരുന്നു. പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നിറങ്ങി. അതിനുശേഷം യേശുക്രിസ്തു തന്റെ പരസ്യമായ ശുശ്രൂഷകൾ ആരംഭിച്ചു. അവൻ അനവധി രോഗികളെ സൗഖ്യമാക്കി. അവൻ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ചെകിടരെ കേൾക്കുമാറാക്കി. ഊമരെ സംസാരിക്കുമാറാക്കി. മുടന്തരെ നടക്കുമാറാക്കി. കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാറ്റടങ്ങി. പ്രകൃതിശക്തികളെല്ലാം അവൻ നിയന്ത്രിച്ചു. അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ആളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ അവൻ ചെയ്തു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അങ്ങനെയുള്ള ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്ത് യേശുക്രിസ്തു മരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും മരിക്കേണ്ട കാര്യമുണ്ട്. കാരണം മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. കാരണം മനുഷ്യൻ ചെയ്തു പോയ തെറ്റിനും പാപത്തിനും പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ദൈവം തന്നെ നമ്മുടെ പാപം ദൈവം സ്വയം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് വരികയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് തിരുവെഴുത്തുകളിൻ പ്രകാരം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പുസ്തകച്ചുരുളിൽ ഈ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. 31 വയസ്സ് വരെ അവിടെ ജീവിച്ചു. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. എന്നാൽ ഒടുവിൽ കർത്താവ് തന്നെ മുൻകൂട്ടി പറഞ്ഞു, അവർ എന്നെ പിടിക്കും, അവർ എന്നെ തല്ലും, അവർ എന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അവൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് യോഹന്നാന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഇതുപോലെയുള്ള ഈ ആകാശം മുഴുവൻ കൊള്ളത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങൾ മുഴുവൻ എഴുതി വെച്ചാൽ പോലും അതിലൊതുങ്ങില്ല. അത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്തു. നമുക്ക് 4 സുവിശേഷങ്ങളിൽ കൂടി വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് ലഭ്യമായിട്ടുള്ളൂ. എന്നാൽ അവൻ കോടിക്കണക്കിനായിട്ടുള്ള അത്ഭുതങ്ങളും അത്ഭുത വീരപ്രവൃത്തികളും എല്ലാം അവൻ ചെയ്യേണ്ടായി. ഒടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പകല് പരസ്യമായിട്ടാണ് കർത്താവ് തന്റെ ശുശ്രൂഷ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. രാത്രിയിൽ അവൻ ശുശ്രൂഷിക്കുമായിരുന്നു. എന്നാൽ ഒരു കള്ളനെ പിടിക്കുന്ന പോലെ, തിരുവെഴുത്തിൻ പ്രകാരം ഒരു കള്ളനെ പിടിക്കുന്ന പോലെ പടയാളികളും യഹൂദന്മാരുടെ സേവകരും എല്ലാം തീവെട്ടിപ്പന്തങ്ങളും കുന്തങ്ങളും ഒക്കെ ആയിട്ട് യേശുക്രിസ്തുവിനെ വളഞ്ഞു പിടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യേശുക്രിസ്തുവിനെ പിടികൊടുക്കുവാൻ കഴിയുമായിരുന്നില്ല വേണമെങ്കിൽ. കാരണം ഇതിനു മുമ്പൊരിക്കൽ മലയിൽ തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോയി. നാം അവിടെ വായിക്കുന്നത് യേശുക്രിസ്തു അവരുടെ ഇടയിലൂടെ നടന്നുപോയി എന്നാണ് വായിക്കുന്നത്. ആർക്കും യേശുവിനെ പിടിക്കുവാനായിട്ട് കഴിയില്ല. തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ യേശുവിനെ തൊടുവാനായിട്ട് കഴിയില്ല. നമ്മുടെ പാപത്തിന് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി, നിങ്ങളെ പാപത്തിന് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി യേശുക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവനെ പിടിച്ചു. അവനെ കൈകെട്ടി അവനെ കൊണ്ടുപോയി ഒരു കുറ്റിയുടെ മേൽ കുനിച്ചു നിർത്തി. ഇങ്ങനെ കുനിച്ചു നിർത്തിയതിന് ശേഷം ചാട്ടവാർ കൊണ്ട് അവനെ അടിക്കുകയാണ്. റോമൻ പടയാളികളുടെ ചാട്ട എന്ന് പറയുന്നത് മുൾക്കൊളുത്തുള്ള വലിയ തോൽ വാറുകൊണ്ടുള്ള ചാട്ടയാണ്. അത് അടിച്ചതിന് ശേഷം വലിച്ചെടുക്കുമ്പോൾ അത് ആ ഭാഗത്തുള്ള മാംസം ഇങ്ങനെ അടർന്നു വരും. അപ്പോൾ അവിടെ യശയ്യാപ്രവാചനത്തിന്റെ പുസ്തകത്തിലും സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളെല്ലാം അവിടെ നിവൃത്തിയാകുകയാണ്. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. അതെ, ഒരു കലപ്പ കൊണ്ട് ഒരു നിലം ഉഴുതു മറിക്കുന്നത് പോലെ റോമൻ പടയാളികളുടെ ചാട്ട യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ കൊള്ളുകയും അത് വലിച്ചെടുക്കുമ്പോൾ അവിടെ ആ ഉഴവ് ചാലുകൾ നീളത്തിൽ കീറുന്നത് പോലെ അവന്റെ ശരീരം നമുക്കായിട്ട് തകർക്കപ്പെട്ടു. അത് യശയ്യാപ്രവാചകൻ പറയാണ്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ആകൃതി കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അവനെ അത്രയ്ക്ക് വിരൂപനായിട്ട് അവരടിച്ചു തകർത്തു. അവനെ കോലിനാൽ അവരടിച്ചു. തലയിൽ മുൾക്കിരീടം വെച്ചു. അവനെ മുട്ടിച്ചുരുട്ടി ഇടിച്ചു. അവന്റെ താടി രോമങ്ങൾ പറിച്ചെടുത്തു. അങ്ങനെ ക്രൂശിക്കാനായിട്ട് അവനെ ഗോൽഗോഥാ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അവന് രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെ ഗോൽഗോഥാ മലയുടെ മുകളിലേക്ക് ഈ അടികളേറ്റ് തകർന്ന ശരീരത്തിന്മേൽ ഒരു ഭാരമുള്ള മരക്കുരിശുമായിട്ട് ഗോൽഗോഥാ മലയുടെ മുകളിലേക്ക് യേശുക്രിസ്തു പോവുകയാണ്. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു പെരുങ്കള്ളനെ പോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശു കർത്താവിനെ ക്രൂശിക്കുകയാണ്. ഒരു വലിയ കുഴിയിലേക്ക് ആ കുരിശെടുത്തിട്ടു. ആ കുരിശിന് സമീപമായിട്ട് യെരൂശലേമിന് സമീപമായതുകൊണ്ട് കടന്നു പോകുന്ന ആളുകളെല്ലാം തലകുലിക്കൊണ്ട് മന്ദിരം വിളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നതിനെ നിന്നെ തന്നെ രക്ഷിച്ചിറങ്ങി വാ, എന്നാൽ ഞങ്ങൾ കണ്ടു വിശ്വസിക്കാം. യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ നമ്മളെ
നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നമുക്ക് തരുവാൻ വേണ്ടി അതവൻ കണ്ടുകൊണ്ട് ആ അപമാനമെല്ലാം അവൻ അലക്ഷ്യമാക്കിയെന്ന് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. അതെ, അവൻ ഇറങ്ങി വരാൻ കഴിയുമായിരുന്നു, എന്നാൽ അതെല്ലാം അവൻ സഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ അവൻ നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ ശാപങ്ങൾക്കും വേണ്ടി അവൻ അടികളേറ്റു. അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് തിരുവെഴുത്ത് അസന്നിഗ്ധമായിട്ട് പറയുന്നു. അവനെ വിസ്തരിച്ച കോടതികളൊക്കെ പറയുന്നു ഇവൻ ചെയ്ത ദോഷം എന്ത്, ഇവനിൽ കുറ്റം കാണുന്നില്ല. ഇരുട്ടൊട്ടുമില്ലാത്ത യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി കൽവരി ക്രൂശിന്മേൽ യാഗമരണം അനുഭവിച്ചു. അവന്റെ തലയിൽ നിന്ന് രക്തമൊഴുകി, അവന്റെ കൈകളും കാലുകളും കുത്തിത്തുളയ്ക്കപ്പെട്ടു. അവിടെ നിന്ന് രക്തമൊഴുകി, ഒടുവിൽ അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഒരു പടയാളി കൊന്തമെടുത്ത് അവന്റെ വിലാപ്പുറത്ത് കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതെ, ഈ ഭൂമിയിൽ അവസാന തുള്ളി രക്തം വരെയും യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. എബ്രായ ലേഖന കർത്താവ് പറയാണ്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അതെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്ന ഓരോ രക്തവും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അമ്മായിയമ്മ മരുമകളെ അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ, വെട്ടിക്കൊന്നപ്പോൾ ആ രക്തത്തിൽ ജീവനുണ്ട്. ആ രക്തം നിലവിളിച്ചുകൊണ്ടിരിക്കുക പ്രതികാരത്തിന് വേണ്ടി. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം നിലവിളിച്ച പ്രതികാരത്തിന് വേണ്ടിയിട്ടല്ല. അവൻ ക്രൂശിൽ മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് പാപക്ഷമയ്ക്ക് വേണ്ടി നൽകുന്ന നീതീകരിക്കപ്പെട്ട രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി അപാരമാണ്. പണ്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തമെടുത്ത് കട്ടപ്പടിമേലും കുറുമിടിമേലും പുരട്ടുമ്പോൾ സംഹാരദൂതൻ രാത്രിയെ ആ വഴിയായിട്ട് കടന്നു പോകുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ വീടുകളെല്ലാം ഭദ്രമായിരുന്നു, കവറിംഗ് ആയിരുന്നു. ഒരു വീട്ടിലെ കുഞ്ഞിനും ഒരു ദോഷവും വരുത്തില്ല. എന്നാൽ മിസ്രൈം വരെ എല്ലാ വീടുകളിലെ ആദിജാതന്മാരും മരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അത് ആടുകൂറ്റിന്റെയും പശുക്കിടാവിന്റെയും രക്തമായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം, അതിന്റെ പ്രൊട്ടക്ഷൻ അതിഭയങ്കരമാണ്. ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി മരിച്ചു. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. അവൻ പറഞ്ഞു, മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഇത് മുൻകൂട്ടി അറിഞ്ഞ അവന്റെ യഹൂദന്മാരെല്ലാവരും കൂടി പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ശിശുമാരെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ദുശ്രുതി പറഞ്ഞു വരുത്താൻ ഇടയായിട്ട് തീരും, അതുകൊണ്ട് കല്ലറ സീൽ വെക്കണം, നിങ്ങളാൽ ആവോളം ഉറപ്പാക്കി കൊള്ളുവാനായിട്ട് പറഞ്ഞു. 4 ബറ്റാലിയൻ പട്ടാളക്കാരെ കാവലിട്ടു. കല്ലറ റോമൻ ഗവൺമെന്റ് മുദ്രവെച്ചു. എന്നാൽ യേശു കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ചു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ പാപത്തിന് പരിഹാരം വരുത്തി. ഇന്ന് അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. ഈ വചനം കേട്ടിട്ട് ഈ യേശുക്രിസ്തുവിനെ മറികടന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഈ ഉലകത്തിൽ വേറെ ഒരു മാർഗം വേറെ ഇല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഒരുത്തൻ പോയാൽ അത് വെച്ചിട്ട് തന്നെ ദൈവം അവനെ ന്യായം വിധിക്കും. കാരണം അവസാന നാളുകളിൽ ഒരു വെള്ളസിംഹാസനത്തിന് മുമ്പിൽ എല്ലാവരും നിൽക്കേണ്ടതായിട്ട് വരും. അവിടെ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ദൈവം നോക്കും. നമ്മുടെ പള്ളിയിലെ രജിസ്റ്ററിൽ പേരുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് നാം ഈ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ദൂതന്മാർ ആ പേരവിടെ എഴുതി വയ്ക്കും. അതെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് കൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് തത്തമ്മ പറയുന്നത് പോലെ പറയാതെ ഹൃദയപരമാർത്ഥതയോടെ മാനസാന്തരപ്പെട്ട് യേശുവിനോട് നിലവിളിക്കുമെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു നിന്നെ രക്ഷിക്കും, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും, നീ മരിച്ചാലും ജീവിക്കും. തിരുവെഴുത്ത് അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇത് വെറും വാക്കല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനാകാം, നിങ്ങൾക്ക് ദൈവത്തിന്റെ മകളാകാം. നിങ്ങൾ ഏത് സഭയിലായിക്കോട്ടെ, ഏത് മതത്തിലായിക്കോട്ടെ, ഏത് സമുദായത്തിലായിക്കോട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് ഭൂമിയിലേക്ക് വന്നു എന്നും എനിക്ക് പകരമായിട്ട് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് മുതൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പിശാചുക്കളെ പുറത്താക്കി നിങ്ങൾക്കൊരു പുതിയ ജീവിതം കർത്താവ് തരികയും ചെയ്യും. തന്നെയല്ല, ഈ യേശു കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, ഞാൻ പോയതുപോലെ വീണ്ടും വരും. അതെ, അവൻ മധ്യാകാശത്ത് വരാനായിട്ട് പോവുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ ചേർക്കുവാനായിട്ട്, സഭയെ എടുക്കുവാനായിട്ട് അതിനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷം വളരെ വേഗത്തിൽ നിങ്ങളെ അറിയിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ വചനത്തെ മറികടന്ന് നീ പോകല്ലേ. കാരണം നാളെ നിനക്കുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല, എനിക്കും നിങ്ങൾക്കും അറിയില്ല. നാളെ എന്ന് പറയുന്ന ദിവസം നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് ദൈവത്തിന്റെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ രക്ഷാ ദിവസത്തിൽ തന്നെ ഈ സന്ദേശം നീ കേൾക്കുമ്പോൾ ഇതിനെ മറികടന്ന് പോകാതെ, യേശുവെ, എൻ്റെ ജീവിതം അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കാൻ തക്കണം. ഇന്നത്തെ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ,
അങ്ങയുടെ വചനം ദൈവമേ ജനത്തോട് അറിയിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളിലും എൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാണെന്നും പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ പാപിയാണെന്നും പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു മാത്രമാണെന്നും മറ്റൊരു വഴിയില്ല, മറ്റൊരു രക്ഷയില്ല, മറ്റൊരു മാർഗമില്ല, മറ്റൊരു നാമമില്ല. അതുകൊണ്ട് യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ തക്കണം നിന്റെ ജനത്തിനിടയിലേക്ക് പരിശുദ്ധാത്മ ഈ വചനത്തെ എത്തിക്കണമേ കർത്താവേ. ഏത് സഭയിലോ സമുദായത്തിലോ ഏത് മതവിഭാഗത്തിലുള്ളവരാണെങ്കിലും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കണം അങ്ങയുടെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് അവർക്കത് രക്ഷയായും അത് ജീവനായും തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. ഇതിന് ക്രമനായിട്ട് സ്തോത്രം. മഹത്വെടുത്താടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കണ്ടും കേട്ടുമിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. മഹത്വെടുത്താട്ടെ എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.